കോട്ടയം CMS കോളേജിൽ പ്രകൃതി സംരക്ഷണത്തിനു വേണ്ടി വ്യത്യസ്തമായ ഒരു പരിപാടി നടന്നു. പ്രകൃതിക്ക് വേണ്ടി ഒരു ആരാധനയാണ് ഇന്നലെ ക്യാമ്പസിൽ ഉണ്ടായത്. കോളേജ് അങ്കണത്തിൽ നടന്ന പരിപാടി CSI മധ്യ കേരള മഹാ ഇടവക ബിഷപ്പ് മലയിൽ സാബു ചെറിയാൻകോശി മൺചിരാ തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. The fortress will be abandoned, the noisy city deserted. Citadel and watchtower will become a wasteland forever, the delight of donkeys, a pasture for flocks. പ്രകൃതി സൗഹൃദ ഗാനങ്ങൾ, ഭജൻ, പ്രാർത്ഥനകൾ, വേദവായന എന്നിങ്ങനെ പ്രകൃതിക്ക് വേണ്ടിയുള്ള വ്യത്യസ്തമായ ആരാധനയായിരുന്നു CMS കോളേജിൽ നടന്നത്. കോളേജിലെ പുൽത്തകിടിയിലിരുന്നായിരുന്നു ആരാധന. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സമൂഹം സൃഷ്ടിയുടെ കാലമായി ആചരിക്കുന്ന പരിസ്ഥിതി സൗഹൃദ ദിനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് പ്രകൃതി സൗഹൃദ ആരാധന സംഘടിപ്പിച്ചത്. പള്ളികളിൽ നടത്തുന്നതിനേക്കാൾ കുറെ കൂടെ ഇഫക്റ്റീവാണ് കോളേജിൽ നടത്തിയാൽ. കോളേജ് എന്ന് പറയുന്ന യങ്സ്റ്റേഴ്സിൻ്റെ ഒരു കൂട്ടമാണ്. അവർക്ക് പുതിയ ആശയം ലഭിച്ചാൽ ആശയം വളർത്തിയെടുക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും ഏറ്റവും കൂടുതൽ സാധിക്കുന്നത് ഒരു ഗ്രൂപ്പാണ് കോളേജ് സ്റ്റുഡൻസ്. അതുകൊണ്ടാണ് ഞങ്ങൾ കോളേജ് ക്യാമ്പസ് തന്നെ ഇതിനു വേണ്ടി എടുത്തത്. CSI മധ്യ കേരള മഹാ ഇടവക പരിസ്ഥിതി വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പരിപാടി ഒരുക്കിയത്. കോളേജ് വിദ്യാർത്ഥികളും സജീവ പങ്കാളികളായി. ഇതുപോലൊരു സർവീസിലും കുട്ടികളുടെ പങ്കാളിത്തം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവരായിരുന്നു പാട്ട് പാടിയത്, അവരായിരുന്നു ഭജൻ ലീഡ് ചെയ്തത്, അവരാണ് ഇതിൻ്റെ അകത്തുള്ളത്. അതിലേക്കൂടെ അവർ കുറച്ചുകൂടെ പ്രിസർവേഷൻ എന്നുള്ളൊരു കോൺസെപ്റ്റ് അവരുടെ മനസ്സിലേക്ക് കുറച്ചുകൂടെ ഇറങ്ങുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ബട്ടർഫ്ലൈ ഗാർഡൻ അടക്കം പ്രകൃതിയെ സംരക്ഷിക്കാൻ ഒരുപാട് കാര്യങ്ങൾ CMS കോളേജ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പ്രകൃതി സൗഹൃദ പരിപാടികൾ ഇനിയും സംഘടിപ്പിക്കാൻ കോളേജ് ആലോചിക്കുന്നുണ്ട്. പ്രകൃതിയിൽ നിന്നും അകന്നു പോകുന്ന പുതുതലമുറയ്ക്ക് പ്രകൃതിയെ കൂടുതൽ അടുത്തറിയാനുള്ള അവസരമാണ് CMS കോളേജ് ഒരുക്കിയത്. ഇത്തരം പരിപാടികൾ ഇനിയും സംഘടിപ്പിക്കാൻ തന്നെയാണ് കോളേജിൻ്റെയും CSI സഭയുടെയും തീരുമാനം. കോട്ടയത്ത് നാരുൺ നീണ്ടൂരിനൊപ്പം ടോബി ജോൺസൺ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.